ദുരിതബാധ മേഖല മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിക്കാൻ ആറന്മുളയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ, ദുരിതബാധ മേഖല ഉൾപ്പെടെ അദ്ദേഹം സന്ദർശിക്കുകയാണ്. വലിയൊരു ദുരിത മുഖത്താണ് ആറന്മുള ഉൾപ്പെടെയുള്ള ആ മേഖല ഉള്ളത്. മുഖ്യമന്ത്രി ആറന്മുള പ്രദേശം സന്ദർശിക്കുകയാണ്. നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അദ്ദേഹം അവിടെ ദുരിതബാധിത മേഖലകൾ, ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പ്, പദ്ധതികളുടെ ഏകോപനം, ദുരിതാശ്വാസ പദ്ധതികളുടെ പരിപാടികളുടെ ഏകോപനം ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആറന്മുളയിലെയും തിരുവല്ലയിലെയും ചെങ്ങന്നൂരിലെയും ഒക്കെ വിവിധ മേഖലകൾ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയിൽ തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് പലരും. അമൽ തേനമ്പറമ്പുണ്ട്. അമൽ, മുഖ്യമന്ത്രി ഇപ്പോൾ ദുരിതബാധ മേഖലയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി എവിടെയെല്ലാം പോകും? ഉന്നത ഉദ്യോഗസ്ഥരുമായി ഉൾപ്പെടെ ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക യോഗവും ചേരുന്നുണ്ടോ? കടുത്ത പ്രതിസന്ധിയിലായിരുന്നു ആറന്മുള, റാന്നി, തിരുവല്ല അടക്കമുള്ള പ്രദേശങ്ങൾ. ഇപ്പോഴെന്തായാലും മുഖ്യമന്ത്രി നേരിട്ട് എത്തിയിട്ടുണ്ട്. കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. പി സി വിഷ്ണുനാഥ് അടക്കമുള്ള ആളുകൾ ഉണ്ട്. ജില്ലയിൽ നിന്നുള്ള MLA-മാരെല്ലാം ഉണ്ട്. അടക്കമുള്ള ആളുകൾ ഉണ്ട്. ജില്ലയിൽ നിന്നുള്ള MLA-മാരെല്ലാം ഉണ്ട്. കളക്ടറുണ്ട്. അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഈ യോഗത്തിന് ശേഷം ഇന്നലെ നമ്മൾ വള്ളത്തിലൊക്കെ കയറിപ്പോയ ഒരു സ്ഥലമുണ്ട്. ഇവിടെ അല്ലാതെ എത്തിപ്പെടാൻ കഴിയാത്ത പരമൂട്ടിൽപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് മുഖ്യമന്ത്രി എത്തും. അതിനുശേഷം പിന്നീട് തൊട്ടടുത്തുള്ള ക്യാമ്പുകളിലും സന്ദർശനം നടത്തും. അതിനുശേഷമായിരിക്കും റാന്നിയിലേക്ക് പോകുക. റാന്നിയിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പിന്നീട് തിരുവല്ലയ്ക്ക് പോകും എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. യോഗം എന്തായാലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. യോഗമാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി ആദ്യമായി നടക്കുന്നത്. മന്ത്രി PC വിഷ്ണുനാഥ് സജീവമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലേ ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ അവലോകന യോഗത്തിൻ്റെ ഭാഗമാവുകയാണ്. അവിടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ദുരിതബാധ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങളുമായി തുടരുന്നത്. അബിൻ വർക്കി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ പ്രതിസന്ധിയാണ് തിരുവല്ല, ആറന്മുള അടക്കമുള്ള മേഖലകൾ നേരിടുന്നത്. ആ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം.